ഞാൻ 2 മണിക്കൂറായിട്ട് എ സിക്കാരനോട് വെയിറ്റ് ചെയ്യാം. എപ്പോൾ വിളിച്ച് പോകാൻ പറയുവാണ് അവൻ വേറെ എവിടെ പോയി വേറെ വർക്കായിട്ട്. ഞാൻ പറഞ്ഞു പിന്നെ വിളിച്ച് പറയാറുന്നല്ലോ. ദൈവം എൻ്റെ ഉറക്കവും പോയി. ഇനി എന്തായാലും 2-3 മണിക്കൂർ ഇനി എടുക്കും വരാൻ. അപ്പോൾ ഞാൻ കിടക്കും. ഇനി വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ 10 മണി രാവിലെ എഴുന്നേറ്റിട്ട് വലുതായിട്ട് പണിയൊന്നും ഇല്ല. എഴുന്നേക്കാൻ മെയിൻ കാര്യം എ സിയുടെ സർവീസിന് ആൾ വരുന്നുണ്ട്. കടയിലെ അല്ല വീട്ടിലത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അത് 11 മണിക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞ് ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് അടുത്ത 4 മണിക്കൂർ ഉറങ്ങണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോക്കാകാം. നിങ്ങളെല്ലാം പുറത്തിരിക്കുകയാണ്, ഞാനും പുറത്തിരിക്കുക. ആരെങ്കിലും ഗേറ്റ് വരെ ഇപ്പോൾ വരുമായിരിക്കും. ഞാൻ അത് രാവിലെ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മുട്ട. കടയിൽ പോവാണ്. ഞാൻ ഇന്നലെ മേടിച്ച ഷൂ എവിടെ കാണുന്നില്ല കാല്. ആ ഷൂ എവിടെ? ഷൂ അകത്ത് വെക്കാനാണ് എന്തിനാ മേടിച്ചത്? നടക്കം വേണം. നമ്മ നടന്ന ഇന്ന് നടന്നുമില്ല. വെറുതെ വണ്ടി വിട്ടിട്ട് നടന്നു പോവാണോ കൊച്ചു പാവ? ഗേറ്റ് തുറക്കാതെ ഒരു വീൽ അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയപ്പോ അമ്മക്ക് ഇനി പൊങ്ങുന്നില്ല വണ്ടി. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. 11:06 എ സിക്കാരനെ കാണുന്നില്ലല്ലേ. എനിക്ക് ഉറക്കം വന്നിട്ട് മേലെ വെള്ളം കൊണ്ടിരുന്ന വന്നിട്ടുണ്ട്. അപ്പൊ വെള്ളം നിറച്ച് നാത്തോണ്ട് കൊണ്ടുവരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് എ സിക്കാരനോട് വെയിറ്റ് ചെയ്യാം. എപ്പോൾ വിളിച്ച് പോകാൻ പറയുവാണ് അവൻ വേറെ എവിടെ പോയി വേറെ വർക്കായിട്ട്. ഞാൻ പറഞ്ഞു പിന്നെ വിളിച്ച് പറയാറുന്നല്ലോ. ദൈവം എൻ്റെ ഉറക്കവും പോയി. ഇനി എന്തായാലും 2-3 മണിക്കൂർ ഇനി എടുക്കും വരാൻ. അപ്പോൾ ഞാൻ കിടക്കും. ഇനി 15 ഉറക്കം എത്തി വന്നപ്പോൾ അവൻ എത്തി. അമ്മയും തിരിച്ചെത്തിയല്ലേ. അങ്ങനെ അവസാനം എത്തിയവർ പറയുന്നു വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി വേറെ ആൾക്കാർ വരുമെന്നു. അങ്ങനെ അവർ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഉറങ്ങാൻ ശ്രമിക്കാം. കേസൊക്കെ ഞാൻ 4 മണിക്കൂർ എനിക്ക് ഉറക്കമാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ്. പക്ഷേ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പം രാത്രിയായോ എന്നൊരു ചെറിയ ഡൗട്ട്. ചെറുതായിട്ട് പുറത്തോട്ട് വെളിച്ചൊന്നും കാണുന്നില്ല. ആണ് ഈ ഡൗട്ട്. വേറെ കുഴപ്പം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കൊള്ളാം. അമ്മേ എനിക്കിതുവരെ ആരും ഒന്നും ഫുഡൊന്നും തന്നില്ലല്ലേ? എന്തുവാ മുട്ടയായിട്ട് വന്നു? നേരം നമ്മൾ ഉണ്ടാക്കി തന്നാ എനിക്ക്. ഞാൻ കിടന്നുറങ്ങണം. ഉറങ്ങുന്നില്ല കുറ്റം. അയ്യോ എനിക്ക് വേവിക്കാനൊക്കെ അറിയാം കേട്ടാ. മുൾസയൊക്കെ അടിക്കാൻ അറിയാം. ആര് പറഞ്ഞാൽ നിനക്ക് അടിക്കാൻ അറിയത്തില്ലെന്ന്? ഇത് ഞാൻ തന്നെ മുൾസ അടിച്ചത്. എന്ത് ചോയ്യോ ഇങ്ങനെ ഒരു ഊടായ്പളൊക്കെ ഇരിക്കുന്ന 4 മുൾസൈ, ഒരു വൃത്തിയും വിലയില്ലാത്തൊരു ഊടായ്പ മുൾസ കൊണ്ടിരിക്കുക. വേണ്ട വേണ്ട വേണ്ട. പാതിരാത്രി 6 ഫസ്റ്റ് മീലാ ഇത്. ഞാൻ ഇപ്പൊ ഇറച്ചി മേടിച്ചോണ്ട് വരാം. കടയൊക്കെ കാണും. എന്ത് പറ്റി? കട ആരും പൊക്കൊണ്ട് പോയിടുന്നു. ആരും പൊക്കൊണ്ട് പോയിട്ടില്ല. കടയൊക്കെ അവിടെ കാണാം. അമ്മേനെക്കാട്ടും നല്ല ബീഫ് കറി ഞാൻ ഉണ്ടാക്കും കേട്ടാ. അമ്മ ഉണ്ടായി അമ്മ വെച്ച് കാണിക്കാമേ. എന്റെ ഷട്ടേ വീട് കഴിഞ്ഞ എന്ത് കഴിയാ? ടേസ്റ്റ് ടേസ്റ്റ് പിന്നെ മുട്ടയ്ക്ക് ടേസ്റ്റ് ഞാൻ കുറച്ചൊരു അവിടെ കടയിൽ നിന്ന് കൊണ്ട് ടേസ്റ്റ് വെക്കാം. അതിനകത്ത് ഇപ്പുറത്ത് ചെറിയ പ്ലേറ്റിനകത്ത് അർജുനമ്പിക്ക് വേണ്ടിട്ട് അവര് ഇത് ഇപ്പുറത്ത് കട ഒരെണ്ണം പുതിയത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവര് ഉദ്ഘാടനാണെന്ന് പറയുന്നത് കേട്ടോ. ടേസ്റ്റ് മാത്രം കിട്ടും. കഴിച്ചു കൊടുത്താൽ പോലും അതിന് കുറ്റം പറയുന്ന ടീംസ്. 4 മുട്ടയ്ക്ക് ഒരു 10 മുട്ട വരാൻ വരാം. 10 മുട്ട തരാനല്ലേ? 4 മുട്ട ഫസ്റ്റ് കഴിക്കുക. അല്ല റെസ്റ്റ് എടുക്ക്. ഞാനിപ്പോ ഉണ്ടായിക്കൊണ്ടിരാം. കുറ്റം പറയണ്ടേ? ഒറ്റടിക്ക് കുറ്റം പറഞ്ഞ് നിർത്തേശം. ഇപ്പൊ സൈക്കിളിൽ പോവാണ്. കല്ലൊക്കെ ഇരിക്കുന്നു. ഇത് ഡേ 58 ഓഫ് 60 days കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. ഞാൻ 1-2 പോസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി കേട്ടാ. കുഴപ്പമില്ല, കാണാൻ തരക്കേടില്ലാത്ത പോസ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ ഏറ്റവും ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് മസിലപ്പ് ആയിരുന്നു. ഞാൻ പൊങ്ങുന്നില്ലെന്ന്. എനിക്കൊരു വെയിറ്റഡ് ബാൻഡ് മേടിച്ചാൽ ഇതിന്റെ ഫുൾ ഫീൽ കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത് ഞാൻ എൽസിറ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് കാല് പൊക്കണം താല്പര്യമുണ്ട്. പക്ഷേ ഇവിടെ പശ വെച്ച് ഒട്ടിച്ചിടക്കുന്നത് അനങ്ങുന്ന പോലില്ല ഇവിടെ. അന്നേ പിന്നെ ഞാൻ വിചാരിച്ചു ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് ട്രൈ ചെയ്യാന്ന്. അത് പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഹോൾഡ് ചെയ്യാനുള്ള ബാലൻസ് ആയിട്ടില്ല. അപ്പുറത്തോട്ട് മറിഞ്ഞു വീഴുന്നു. ഞാൻ കുറച്ചുകൂടി ഹൈറ്റിൽ എൽസിറ്റ് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ ഹോൾഡ് ചെയ്യുന്നില്ല. അതെന്റെ തെറ്റാണ്. അതെനിക്ക് ഹോൾഡ് ചെയ്യാൻ നല്ല വെയിൻ എടുക്കുന്ന
പെട്ടെന്ന് വിട്ടുകളയുന്നത്. അടുത്ത നമ്മുടെ മെയിൻ എക്സസൈസ് ആയിരുന്നു ലാറ്റ്സിന് വേണ്ടിയുള്ളത്. സിംഗിൾ ഹാൻഡ് റോ ആണ്. ഡബിൾ ഹാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, വെയിറ്റ് പോരാത്തോണ്ട് ചെയ്യാത്ത. ഇതിന്റെ ഒരു മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേറെ സമയം എടുക്കും, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് ചെയ്യണം. പിന്നെ ലാറ്റ്സ് പുൾ ഡൗണും ട്രൈ ചെയ്ത് നല്ല പാടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാടൊന്നും ഇല്ലായിരുന്നു, ഒട്ടും വെയിറ്റ് പോരുന്നു. എനിക്ക് കുറച്ച് വലിയ മെഷീൻ വേണം. എനിക്കൊരു ചാലഞ്ച് വീഡിയോ ചെയ്യാനുണ്ട്, അപ്പൊ അതിന് വേണ്ടി തന്നെ 4 ആം സ്ട്രെങ്ത് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാർ എപ്പോൾ ഞാൻ ഏറ്റവും അറ്റം വെച്ച് പൊക്കും അപ്പം ഞാൻ സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കും. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇറുക്കി ഇവിടെ കിടന്നിറങ്ങുന്നു, പുള്ളിയും അവരുടെ പിള്ളേരും അവിടെ കിടന്നിറങ്ങുന്നു. കണ്ടൻ ഉറങ്ങുമായിരുന്നു. ഞാൻ എത്തിയപ്പോൾ എഴുന്നേറ്റ്. എൻ്റെ വീട്ടിൽ എല്ലാവരും കിടന്നു, ഞാൻ മാത്രമേ എഴുന്നേറ്റിരിക്കുന്നുള്ളൂ. അവർക്കൊക്കെ രാവിലെ ജോലിക്ക് പോകാനുള്ളതല്ലേ. ഞാൻ എന്തായാലും ഇപ്പം ബോട്ടിൽ വാട്ടർ മേടിക്കാൻ പോവുകയാണ്. നീ കാല് വേന എടുക്കുന്നുണ്ട് കേട്ടോ കിടക്കുമ്പോൾ. ബോട്ടിൽ എടുക്കട്ടെ, എനിക്ക് വേണ്ടി ചേട്ടൻ കൊണ്ടുവന്നേ. ചേട്ടൻ പറഞ്ഞാൽ എന്ന് വരുമെന്ന്, ഡെയിലി കസ്റ്റമറാണുള്ള കുഴപ്പമില്ല. എപ്പോഴും കറണ്ട് പോയിട്ട് ഈ PC ഇന്നലെ നാളെ അടിച്ചു പോകും. ഇതിനകത്തിന് 4 ലക്ഷം രൂപ എനിക്ക് ചിലവാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് സോളാർ ഇൻവേർട്ടറും സോളാർ പാനലും പിന്നെ ബാറ്ററിയൊക്കെ മേടിച്ചിട്ട് ഈ കമ്പ്യൂട്ടറിന് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്യാം. അത് ഞാൻ തന്നെ സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഫുൾ വീടിന് വേണ്ടിയുള്ള ആളെ വേറെ വിളിക്കേണ്ടി വരും. ഇത് ജസ്റ്റ് ഇതിന് മാത്രമാണ് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. സോളാർ നമുക്ക് അവിടെ പൊക്കത്ത് ഏതെങ്കിലും മൂലയ്ക്ക് ചാടി വെക്കാതെ ചെയ്യാം. ഉള്ള എഫിഷ്യൻസിയൊക്കെ മതി. ഇപ്പോൾ 90 കിട്ടിയില്ല, 75% എഫിഷ്യൻസി, 70 മതി. പക്ഷെ കൊടുക്കുന്ന വിലയാവും, പൈസ മാനേജ് ചെയ്യേണ്ടി വരും. നോക്കട്ടെ, എന്തായാലും അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നമ്മളെ കൊണ്ട് പറ്റും, നിസ്സാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാനും വേണ്ടിയിരുന്ന് കാണട്ടെ ഞാൻ. നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.